അരുണ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th B. അരുണ് നന്നായിട്ട് കവിത ചൊല്ലുവോ? ഇല്ല. 7th പരീക്ഷ കഴിഞ്ഞോ? ഇല്ല. പരീക്ഷ കഴിഞ്ഞില്ല. ഇനി എന്താ പരീക്ഷ ഉള്ളേ? നാളെ പരീക്ഷ ഉണ്ട്. ഏതാ നാളത്തെ വിഷയം? നാളെ ഹിന്ദി. ഹിന്ദി വിഷയം. ഹിന്ദിയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിക്കാൻ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് പേടിക്കണ്ട. എന്താ മോളുടെ ഏത് ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലാ. പരീക്ഷ കഴിഞ്ഞോ? ഇല്ല. ഇനി നാളെ കൂടി ഉണ്ടോ പരീക്ഷ? പരീക്ഷ കഴിഞ്ഞാൽ ഇത്തവണ വെക്കേഷൻ എന്താ പരിപാടി? എന്താ വെക്കേഷൻ? കളിക്കാൻ പോവാണോ? ടൂർ പോവും. എവിടെ ടൂർ പോകുന്നേ? സ്ഥലം തീരുമാനിച്ചോ? ഇല്ല. മോൻ എന്താ പരിപാടി? ഏത് ക്ലാസ്സിലാ? 2ാം ക്ലാസ്സിൽ. ടൂർ കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. പരീക്ഷ കഴിഞ്ഞിട്ട് കളിക്കാൻ പോട്ടെ? ഏതാ, ഫുട്ബോളാണോ കളിക്കുക കൂടുതൽ, അതോ ക്രിക്കറ്റോ? ഫുട്ബോളാണോ കളിക്കുക? മിടുക്കൻ. ഓക്കെ. അപ്പോഴേ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന രാഷ്ട്രീയത്തിലെ കാര്യം കൂടി, ഈ UDF സാധ്യതയുള്ളൊരു മണ്ഡലമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ LDF അടിയൊഴുക്ക് നടത്തുന്നുണ്ട് എന്നാണ് മാഷടക്കമുള്ളവർ പറയുന്നത്. എന്ത് അടിയൊഴുക്ക് നടത്തി കഴിഞ്ഞാലും മലപ്പുറം നിയോജക മണ്ഡലം UDF അതിഗംഭീരമായ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫാസിസത്തിന്റെ പ്രോട്ടോടൈപ്പാണ് BJP, അല്ലെങ്കിൽ ഫാസിസത്തിന്റെ ചെറിയ രൂപമാണ് BJP എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ ഈ നാട്ടിൽ. അപ്പോൾ അവരെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷമാണോ നല്ലത്, അതല്ല ലീഗാണോ നല്ലത്? UDF ആണോ? ഇന്ത്യ മുന്നണി ഈ രാഷ്ട്രീയ സംഘടന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സംഘടനയാണ്. അത് മലപ്പുറം ജില്ലയിൽ നിലനിൽക്കണം, യാതൊരു സംശയമില്ല. ഇല്ലെങ്കിൽ ഇവിടെ വിഘടനവാദികളും വർഗീയവാദികളും ഇവിടെ തലപൊക്കും. അതായത് ലീഗിന് ശക്തി ഉണ്ടാവുമ്പോഴാണ് ഈ മേഖലയ്ക്ക് ഒരു ജനാധിപത്യ ബോധം വരുന്നത്. ലീഗ് എന്ന് കഷ്ടപ്പെടുന്നുണ്ടോ ആ സമയങ്ങളിലെല്ലാം ഇവിടെ വർഗീയവാദികളും തീവ്രവാദികളും കയറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നാടിനെ കുറിച്ച് കൂടി ചോദിച്ചു. ഈ നാട്ടിൽ ധാരാളം സ്ത്രീകൾ, ചെറുപ്പക്കാർ, അവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. പല മുന്നണികളിലും വിശ്വസിക്കുന്നുണ്ട്, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും. അപ്പോൾ വീട്ടുപണിക്കൊപ്പം തന്നെ വായനയും പാട്ടും ഒക്കെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു അല്ലേ? മുൻ കൗൺസിലറാണ് ഇവിടെ. പേര് രമണി. തീർച്ചയായും വായനയും അറിവും വിദ്യാഭ്യാസവുമുള്ള ഒരു സാധാരണക്കാരുടെ ഒരു ഗ്രാമമാണ് നമ്മുടെ ഈ കോലം. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട്. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ LDF മലപ്പുറത്ത് അത്ഭുതം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും 2004 ആവർത്തിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. മാഷ് പറഞ്ഞതുപോലെ ഫാസിസത്തെ ചെറുക്കാൻ LDF ആണോ നല്ലത്, UDF ആണോ നല്ലത്? ഏറ്റവും നല്ലത് ഫാസിസത്തെ ചെറുക്കാൻ LDF ആണ്. അങ്ങനെ നിലപാട് ഇല്ല. LDF എവിടെ ഉള്ളത്? കേരളത്തിൽ മാത്രമല്ല. ചെറുക്കണമെങ്കിൽ ആൾശക്തി വേണ്ടേ? ഇന്ത്യ മുഴുവൻ. പറഞ്ഞോ. കോൺഗ്രസ് എവിടെ ഉണ്ട് ഒന്ന് പറയാമോ? കേരളത്തിൽ ഏത് കോൺഗ്രസ് ഉള്ളത്? ഇന്ത്യയിൽ ഇപ്പോഴും വലിയ വേരൊന്നുമില്ല. ഒരു കാലത്ത് നല്ല വേരുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ആകെ ക്ഷയിച്ച് അന്തം വിട്ട് കിടക്കുക കോൺഗ്രസ്. ഒരു മര്യാദക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ പറ്റാതെ എല്ലാ കോൺഗ്രസ് നേതാക്കളും BJPയിലേക്ക് ചേക്കേറുന്ന സ്ഥിതിയാണ് കാണുന്നത്. അത് കേരളത്തിലല്ല, ഇന്ത്യയിലെ മൊത്തം കോൺഗ്രസ് സ്ഥിതിയാണ്. ഇഷ്ടം പോലെ പ്രവർത്തകരുണ്ട് കോൺഗ്രസിന്. ഇന്നുണ്ട് അന്നുണ്ട് പ്രവർത്തകരെ. ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ഇന്ത്യയിലെ പ്രവർത്തകരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അല്ല, ഇവര് LDF UDF എന്തിനാ വെറുതെ അടികൂടുന്നത്? ഇവര് ഇന്ത്യ മുന്നണിയുടെ ഭാഗല്ലേ? പിന്നെ എന്തിനാണ് ഇവര് അടികൂടുന്നത്? ഇവിടെ ഈ വാസിഫിനും ഇതുപോലെ നമ്മള് മുഹമ്മദ് ബഷീർ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി BJPനെ എതിർത്താ പോരാ ഇവർക്ക്? അല്ല, BJPനെ തളർത്താൻ വേണ്ടിട്ട് ഇവര് കുറെ കാലം പണിയെടുത്തില്ലേ? എന്തേലും നടന്നോ? നടന്നിട്ടില്ലല്ലോ. നടക്കാൻ പോണില്ല. അത്ര നടക്കാൻ പോണില്ല. പിന്നെ ഒരു മിനിറ്റ്, ഇപ്പൊ എന്റെ സുഹൃത്തും കൂടിയാണ് ജനേട്ടൻ. ഇപ്പൊ BJP ഭരണത്ത് കയറിയത് ഇടവഴിയിലൂടെ നല്ലല്ലോ, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ? അത് മാത്രമല്ല, മിഷന് കർണാടകത്തിൽ നല്ല മിഷനും മറ്റുള്ള സ്ഥലത്തും മോശം മിഷനാണല്ലോ. അപ്പൊ ഇത് ഇടവഴി കൂടെ വന്നാൽ ജനങ്ങൾ മാനസികാവസ്ഥ അറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തതാണ് BJPക്ക്. ഇനി വരാൻ പോകുന്ന, പക്ഷേ ഇന്ത്യയിൽ മൊത്തം 37% ആളുകളുടെ പിന്തുണയെ BJPക്ക് മാത്രം. മോഡി സർക്കാർ അനുകൂലമായ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവര് കിടന്ന് നിലവിളിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇവർക്ക് നിലവിളിക്കാനുള്ള യോഗമല്ലേ? അല്ലാതെ ഇപ്പൊ വന്ന് ഇപ്പൊ CPMന്റെ അവസ്ഥ എന്തായി? 4 സീറ്റിന്റെ ഉള്ളിൽ ഇതൊക്കെ ചിഹ്നമാവോന്ന് ഭയന്നിരിക്കുക.
അതല്ല, അതൊക്കെ ഇവരെ കഷ്ടപ്പാടാണ്. ഇനി ഇവര് കഷ്ടപ്പാടിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഇവരെല്ലാ ആളുകളെ നമ്മൾ BJP-യിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ ആളുകളോടും നമ്മൾ പറയാണ് BJP-യിലേക്ക് വരൂ, ഇലക്ട്രൽ ബോർഡ് സ്വന്തമാക്കൂ, ED അന്വേഷണം തടയൂ. ഇത് രാഷ്ട്രീയ പാർട്ടി പിൻവാതിൽ നിയമനത്തിന് പകരം ജനങ്ങൾക്ക് നരേന്ദ്രമോദി കൊടുക്കണ ഏറ്റവും വലിയ ഇതാ ആനുകൂല്യങ്ങളാണ്. അവിടെ രാഷ്ട്രീയത്തിന്റെ ഒരു കാര്യമില്ല, എല്ലാ ആളുകൾക്കും കൊടുക്കും. അത് നമ്മുടെ എല്ലാ ആളുകൾക്കും കൊടുക്കാനായതുകൊണ്ടാണ് ഗ്യാസിന് വില കൂട്ടിയിട്ടുള്ളത്. അതാണ് ഇന്ത്യയിൽ ഗ്യാസിന് ഇത്രയധികം വില ഉള്ളത്. എല്ലാവർക്കും കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് വില കൂടുതൽ.